ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രോം ഗുഡ് ഡിസൈൻ. പ്രീമിയം കളക്ഷൻ ആണ്, അതും നല്ല ഓഫർ റേഞ്ചിലായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടിപൊളി കളക്ഷൻ ആണ്, ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണ്. ഈദ് കളക്ഷൻ ആയിട്ടുള്ള സ്പെഷ്യൽ ഒരു ഡിസൈൻ ആണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല, പക്ഷെ അതിന് പ്രത്യേക ഒരു ഭംഗി വരുന്നുണ്ട്. അതും നല്ല പ്യോർ മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷിംഗ് എന്നുള്ളത് ഡ്രൈ വാഷ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഓർമ്മയായിട്ട് കണ്ടു തുടങ്ങിയാലോ. വീഡിയോ കൺഫ്യൂഷൻ ആവുന്ന പീസിന്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യുക. ഇനി അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോന്ന് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സ് എനിക്ക് ഒന്ന് അടിച്ചിട്ടുണ്ട് ഞാൻ എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷെ ടൈമില്ലാത്ത കാരണം ഓൾറെഡി നമ്മൾ 3-4 ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടെ ഒരു 3-4 ദിവസത്തെ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഒരു ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഏത് ഷെയ്ഡാണ് എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ, ഈ 4 ഷെയ്ഡിൽ നിന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ആഷ് കളറാണ്. ആഷ് എന്ന് പറയുമ്പോൾ ലൈറ്റർ ടോണുള്ള ആഷ് അല്ല, ഡീപ്പർ ആയിട്ടുള്ള ആഷ് ആണ്. അതിലേക്ക് കോമ്പിനേഷൻ ഷെയ്ഡ് വന്നൊരു ബീട്രൂട്ട് ഷെയ്ഡിൽ വരുന്ന ടോൺ കേട്ടോ. ബീട്രൂട്ട് ടോണിൽ വരുന്നതാണ്. നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ കേട്ടോ. ഇതിന്റെ ടോപ്പിന്റെ ലോവർ ഏരിയയിൽ ഇതുപോലെ വരുന്ന ഒരു ജിലേബി ഡിസൈൻ, ജിലേബി പോലെ റൗണ്ട് ആയിട്ട്, പക്ഷെ പ്രത്യേക ഭംഗിയുടെ ഒരു ഡിസൈൻ കേട്ടോ. ബോഡി ഓൾ ഓവർ ഒരു സിഗ്സാക് പാറ്റേൺ ആണ്. ലോവർ ഏരിയയിലാണ് ഒരു ഡിസൈൻ വരുന്നത്. ബാക്ക് ഏരിയ ഫുള്ളി സിംഗിൾ പ്രിന്റഡ് ആണ്. നെക്ക് ഏരിയയിലേക്ക് ഇതുപോലൊരു പാച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരു ലേസ് ആണ് വരുന്നത്. 4XL സൈസ് ഉണ്ടായിരിക്കാം. ടോപ്പ് ലെങ്ത് നമുക്കൊരു 49 to 50 വരെ ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. ഇതാണ് ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യുക കേട്ടോ. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ്, സിമിലർ ടോണിൽ തന്നെ വരുന്നത്. അതിലേക്ക് നല്ല സോഫ്റ്റ് മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട. എനിക്ക് എന്താ പറയുക, ഈ ദുപ്പട്ട ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് തലയിലിട്ട് നല്ല നീറ്റായിട്ട് കിടക്കുന്ന ദുപ്പട്ട ആയ കാരണം വിത്ത് നോക്കിയ 2 എൻഡിലായിട്ട് ഇതുപോലൊരു സ്കാലപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട് കേട്ടോ. കാണുന്നില്ലേ? ആ, അതുപോലെ ഇങ്ങനെ പാച്ചും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ടോപ്പിന്റെ ലോവർ ഏരിയയിലുള്ള ഒരു വർക്ക് ഉണ്ടല്ലോ, അത് കണ്ട തലയിലിടുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ, പാച്ച് വർക്കുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ആഷ് കളറും അത് ഡീപ്പർ ആഷും ഒരു ബീട്രൂട്ട് ഷെയ്ഡ് കൂടെ വരുന്ന കോമ്പിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ഡിസൈൻ വരുന്നത്, സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ലെമൺ യെല്ലോ ആണ്. ആ ലെമൺ യെല്ലോയിലേക്ക് കോമ്പിനേഷൻ ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീനിഷ് പേസ്റ്റൽ ഗ്രീൻ അല്ലെങ്കിൽ മിലിറ്ററി ഗ്രീനിൽ വരുന്ന കോമ്പിനേഷൻ. അപ്പൊ അറിയാലോ, ലെമൺ യെല്ലോ വിത്ത് മിലിറ്ററി ഗ്രീൻ കേട്ടോ. അടിപൊളി രക്ഷയില്ലാത്ത കളറാണ്. ടോപ്പ് ലെങ്ത് നമുക്കൊരു 50 ഉണ്ടായിരിക്കും. 49 to 50 ആണ് ടോപ്പ് ലെങ്ത് വരിക. അതൊക്കെ ലോവർ ഏരിയയിലുള്ള ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതങ്ങനെ ഫുള്ളി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം പ്രിന്റ് ആണ്. ടോപ്പിന്റെ ലോവർ ഏരിയയിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. 4XL സൈസ് ഉണ്ടായിരിക്കുക. ഒരു കാര്യം പറയാൻ പറ്റും, സ്ലീവിന്റെ എൻഡിലും ദുപ്പട്ടയുടെ എൻഡിലായിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ വരുന്ന ഡിസൈൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു ലെമൺ യെല്ലോയുടെ ഡീപ്പർ ടോൺ. അതിലേക്ക് സെയിം ഷെയ്ഡിൽ നിന്ന് വരുന്ന ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം വിത്ത് മിലിറ്ററി ഗ്രീൻ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട. നല്ല കംഫർട്ടബിൾ ദുപ്പട്ടയാണ്. മസ്ലിൻ സിൽക്കാണ് ടോപ്പിന്റെയും അതുപോലെ തന്നെ ദുപ്പട്ടയുടെ മെറ്റീരിയൽ. ദുപ്പട്ടയിൽ ഇതുപോലെ പാച്ചുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. 2 എൻഡിലായിട്ട് സ്ലീവിലേക്ക് കൊടുത്ത സെയിം ഡിസൈൻ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്, നല്ല ലെമൺ യെല്ലോ വിത്ത് മിലിറ്ററി ഗ്രീൻ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിലേക്ക് ആഷ് കളറാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ടോപ്പ് നമുക്കൊരു 49 to 50 ഉണ്ടായിരിക്കും. പ്രീമിയം ആയിട്ടുള്ള മസ്ലിൻ സിൽക്കാണ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത്. ഫ്രണ്ട് നോക്കിയ ബാക്ക് ഏരിയ ഇതുപോലെ വരും. 4XL സൈസ് ഉണ്ടായിരിക്കാം. സ്ലീവിന്റെ എൻഡിലായിട്ടുള്ള ലേസ് പോർഷൻ ഇതാണ് കേട്ടോ. സൈഡിൽ വരുന്നതാണ് സ്ലീവിന്റെ എൻഡിൽ വരുന്ന ലേസ്. നല്ല രസമായിട്ടുണ്ട് ആ ഒരു വർക്ക്. ഇതാണ് ടോപ്പ് വരുന്നത്. ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്യുക. ബ്ലാക്ക് ആണ്. ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ് അതിലേക്ക് പെയർ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഭയങ്കര കംഫർട്ടബിൾ മസ്ലിൻ സിൽക്ക് ആയിട്ടുള്ള ദുപ്പട്ട. ഇതൊന്നും നമ്മൾ മെഷീൻ വാഷ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ഷാംപൂ വാഷ് ആണ്. ഒക്കെ പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ്. ഇതാണ് ഇതിന്റെ ലോവർ ഏരിയയിലുള്ള ദുപ്പട്ടയുടെ ലോവർ ഏരിയയിലുള്ള ലേസ് വരുന്നത്. അതുപോലെ പാച്ചുകൾ ഇതുപോലെ വരുന്ന പാച്ച് വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ടോപ്പിന്റെ ലോവർ ഏരിയയിലുള്ള ഡിസൈൻ ഇല്ലേ, അതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ തലയിലിടുന്ന സമയത്ത് ആ ഒരു പോർഷനിലൊക്കെ വന്ന് കിടക്കും. തേർഡ് ഷെയ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡും നല്ല ഡീപ്പർ മെറൂൺ ഷെയ്ഡും കൂടെ വരുന്ന കോമ്പിനേഷൻ ആണ് കേട്ടോ. ചിക്കു എന്ന് പറയാൻ പറ്റില്ല, ഒരു ടാൻ ഷെയ്ഡാണ് വരുന്നത്. ആക്ച്വലി ക്യാമൽ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ഷെയ്ഡ് കേട്ടോ. അതിലേക്ക് നല്ല മെറൂൺ കളറിൽ വരുന്ന കോമ്പിനേഷൻ ആണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം സിഗ്സാക് പാറ്റേണിൽ വരുന്നതാണ്. പക്ഷെ ഫ്രണ്ടിൽ ലോവർ ഏരിയയിലായിട്ട് ചെറുതായിട്ടൊരു ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട് ഇതുപോലെ.
കണ്ടോ ഇത് ഫുള്ള് പാച്ചും ഹൈലൈറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. സെറിയും ജർദോസി അതുപോലെ തന്നെ കട്ട് വർക്കും ഒക്കെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതാണ്. 4X ആണ് സൈസ് വരിക. സ്ലീവിന്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലേസ് വരുന്നുണ്ട്. നല്ല ഭംഗി. അപ്പോൾ ഓവറോൾ വരുമ്പോൾ നല്ല ലുക്ക് ആയിരിക്കും കേട്ടോ. ക്രേപ്പ് ലൈൻ യൂസ് ചെയ്യുക. സിമിലർ ടോൺ തന്നെ വരുന്ന ബോട്ടാണ്. നല്ല ഷെയ്ഡാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. അതിലേക്ക് ദുപ്പട്ട വരുന്നത് പ്യോർ മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട വിത്ത് സൈഡ് പോർഷനിൽ സിമിലർ ആയിട്ടുള്ള സ്ലീവിന്റെ സെയിം ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട്. പാച്ചുകൾ വരുന്നുണ്ട്. ഇതുപോലെ ആപ്ലിക് വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ. ഒരു 3 സ്ഥലത്ത് അതുപോലെ വരുന്നുണ്ട്. ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഓക്കെ, അപ്പൊ 4 കളേഴ്സാണ്. 4 അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ ഓർമ്മ ഞാൻ ഏതായിരിക്കും എടുക്കുക എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ സെൻഡ് ചെയ്യുക. അതുപോലെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുക കേട്ടോ. coodonline.in എന്നാണ് വെബ്സൈറ്റ് ID വരുന്നത്. 500 ആയിരിക്കും ടോട്ടൽ എമൗണ്ടിൽ ലെസ് വരും കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് വരാം. അതിലേക്ക് ബൈ.